തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് മോദി സർക്കാർ നടപ്പിലാക്കിയ VBG റാംജി ബിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് കർഷക തൊഴിലാളി യൂണിയൻ. കേരളത്തിൽ പുതിയ നിരക്ക് 401 രൂപ. 125 തൊഴിൽ ദിനങ്ങൾ നടപ്പാക്കുന്നുവെന്ന പൊള്ളയായ വാഗ്ദാനം നൽകിക്കൊണ്ട് കേന്ദ്രീകൃത രീതിയിൽ തൊഴിൽ ദിനങ്ങൾ നൽകി തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഇതിനനുയോജ്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നിയമം നടപ്പാക്കാനുള്ള ചട്ടങ്ങളുടെ കരടാണ് മെയ് 22-ന് പുറപ്പെടുവിച്ചത്. പദ്ധതിയുടെ സാമ്പത്തിക ഭാരം സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങൾ തന്നെ പ്രതിഷേധമറിയിച്ചുവെങ്കിലും പദ്ധതിയുമായി മുൻപോട്ടു പോകാൻ കേന്ദ്രം തീരുമാനിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ തൊഴിലാളികളുടെ കൂലിയുടെ 100% വഹിച്ചിരുന്നത് കേന്ദ്രമായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ 40% വിഹിതം സംസ്ഥാനം വഹിക്കണം. മാത്രവുമല്ല, പദ്ധതി നടപ്പിലാക്കേണ്ട സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മേഖലകൾ നിർണ്ണയിക്കാനുള്ള അധികാരവും കേന്ദ്ര സർക്കാരിനാണ്. കാർഷിക സീസണുകളിൽ 60 ദിവസം വരെ പദ്ധതി നിർത്തിവെക്കാമെന്ന വ്യവസ്ഥ വൻകിട ഭൂവുടമകൾക്ക് സഹായകരമാകുന്നതാണ്. ഈ വ്യവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം 4 സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിരുന്നു. പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ബീഹാർ, ജമ്മു-കശ്മീർ, ജാർഖണ്ഡ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ വേതനം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. വേതനവിഹിതം കൈമാറുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാനങ്ങളുമായോ കർഷക തൊഴിലാളി സംഘടനകളുമായോ കൂടിയാലോചിക്കാതെ തികച്ചും ഏകപക്ഷീയമായ രീതിയിൽ തയ്യാറാക്കിയ ചട്ടങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതോടെ 1ാം UPA സർക്കാരിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ സമ്മർദ്ദത്താൽ നിരവധി സാധാരണക്കാർക്ക് തൊഴിലുറപ്പാക്കിയ ജനകീയ പദ്ധതിയാണ് ഇല്ലാതാകുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.